ഹായ് ഓൾ, വെൽക്കം ടു PSC ഫാക്ട്സ്. PSC ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC കഴിഞ്ഞിടക്ക് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞിടക്ക് നടത്തിയ പരീക്ഷയിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ 10 ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. PSC നടത്തുന്ന ഓരോ പരീക്ഷയും നമ്മൾ നോക്കണം. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യനും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്? ഓപ്ഷൻ ഡി യു ഷറഫ് അലി. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഷേപ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. അപ്പം ഓപ്ഷൻ എ പേടി സ്വപ്നങ്ങൾ, ബി കൈമുദ്രകൾ, ഡി അടയാളങ്ങൾ. ഇവ മൂന്നും ആരുടെയാണ്? സേതുവിൻ്റെ കൃതികളാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ. ഈ ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ അതാരുടെയാണ്? അത് പി വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ. ആറാമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ ബി TK മാധവൻ. എട്ടാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദൻ. 9. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? സ്ഥാപകൻ ആരാണ്? ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് ഏതാണ്? 3 മാത്രമാണ്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു, അതാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഏത് വർഷമാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? 1836. അപ്പം 10 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കിയത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ശ്രീ യു ഷറഫ് അലിയാണ്. ചാന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പെലോഡുകളിൽ ഉൾപ്പെടാത്തത് ഷേപ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 21 പി വത്സലയ്ക്കാണ്. 22 ആർക്കാണ്? 22 എ സേതുമാധവനാണ്. 23 ആർക്കാണ്? 23 SK വസന്തനാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികളാണ് സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത്. ഇനി 6ാമത്തെ ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഓഗസ്റ്റ് 23. 7ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. അപ്പോൾ ഓപ്ഷൻ ഡി കേളപ്പൻ പറഞ്ഞിട്ടുണ്ട്. കേളപ്പൻ നേതൃത്വം നൽകിയത് എന്തിനാണ്? കേളപ്പൻ നേതൃത്വം നൽകിയത് ഉപ്പു സത്യാഗ്രഹത്തിനാണ്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വം നൽകിയത് ആരായിരുന്നു? കേളപ്പൻ. അപ്പം AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? അതാണ് AKG.
8ാമത്തെ ചോദ്യം, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. 9. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്തു കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്? ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് 3 മാത്രമാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു, സമപന്തി ഭോജനം സംഘടിപ്പിച്ചു, സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പോൾ ഇത്രയാണ് 10 ക്വസ്റ്റ്യൻ. നമുക്കിങ്ങനെ 10 ക്വസ്റ്റ്യനായിട്ട് ഓരോ ദിവസം പഠിച്ചു പോവാം. ഓക്കെ, താങ്ക് യു.